ഹലോ എവരി വൺ. SSC CGL 2025 മെയിൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പോളിനോമിയൽസും അതിൻ്റെ ഇക്വേഷൻ സോൾവിങ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ പല ആൾക്കാരും ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയുണ്ട്. ഒരു സ്റ്റാർട്ട് മുതൽ ഒരു 10-20 ലൈൻ, ഒരു 10 ലൈനെങ്കിലും എഴുതി ആണ് ഒരു ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരു 3 വേരിയബിളുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം, വേറെ ട്രിക്കോ കാര്യങ്ങളോ ഒന്നും പഠിക്കണ്ട, ഫോമുല ഒന്നും പഠിക്കണ്ട, എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഒരു 5 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പോളിനോമിയൽസിൽ നിന്നുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. CGL മെയിൻസിന്റെ കുട്ടികൾക്ക് വേണ്ടി ഇത് ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ ബാക്കി എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓൺലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ്, ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 2x + y - 3z വാല്യൂ തന്നിട്ടുണ്ട്, x + 2y + z വാല്യൂ തന്നിട്ടുണ്ട്, 3x - y + 2z വാല്യൂ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x² + 2y + z². അതായത് ഇവിടെ നിന്നും എക്സും വൈയും ഇസഡും കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണം, ആൻസർ വേണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇതിനെ 3 ഇക്വേഷൻ ഉണ്ട്, ഈക്വൽ ടു സൈനുള്ള 3 ഉണ്ട്, 3 വേരിയബിൾ ഉണ്ട്, എക്സും വൈയും ഇസഡും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് വാല്യൂവും നമുക്ക് കൊടുക്കാവുന്ന അല്ലെങ്കിൽ വരാവുന്ന ടേംസിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ എങ്ങനെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചെയ്യുന്നത്? ആദ്യം ഈ 2 ഇക്വേഷൻ എടുത്തിട്ട് എക്സിനെ എലിമിനേറ്റ് ചെയ്യും, എന്നിട്ട് ആ കിട്ടുന്ന ഇക്വേഷൻ എടുത്തിട്ട് വേറൊരു ഇക്വേഷൻ ആയിട്ട് വെക്കും. ഈ 2 ഇക്വേഷനോട് സോൾവ് ചെയ്തിട്ട് എക്സിനെ കളഞ്ഞിട്ട് ബാക്കി വൈയിലും ഇസഡിലും ഒരു വേരിയബിൾ ഒരു ഇക്വേഷൻ ഉണ്ടാകും. എന്നിട്ട് അതിൽ നിന്നും വൈയിലും ഇസഡിനെയും ഏതെങ്കിലും ഒന്നിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കും. അപ്പൊ ഈ പറഞ്ഞപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതെങ്ങനെ എക്സാമിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം, ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ 2 ഇക്വേഷൻ എടുത്തു. അപ്പൊ ഈ 2 ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യാം, എനിക്ക് എക്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പൊ എക്സിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 2x ഉണ്ട്, ഇവിടെ എന്ത് വരണം, 2x വരണം. അപ്പൊ ഞാൻ ഈ ഇക്വേഷനെ എന്ത് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതൊക്കെ മൈൻഡിലാണ് നടക്കേണ്ടത്. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2x ആയി, 4y ആയി, 2z ആയി, ഇവിടെ 14 ആയി. അപ്പൊ ഇവിടെ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് ചെറിയ ക്ലാസ് ആണ്, പക്ഷേ ഇതിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ 2x ഉണ്ട്, 2x - 2x 0 ആയി. ഇവിടെ 4y വരും, 4y - y 3y. അതായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അല്ലാതെ വാരി വലിച്ച് എല്ലാം കൂടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാം കൂടി എഴുതേണ്ട ആവശ്യമില്ല. ആരെയും കാണിക്കാനില്ല നമുക്ക്. നമ്മുടെ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ, ഫൈനൽ ആൻസറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവിടെ ഞാൻ 2 കൊണ്ട് വിളിക്കുന്നു, 2z - 3z എന്ത് വരും, 2z + 3z. നമുക്കിവിടെ 5z എന്ന് വരും. അതിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 2 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തത്, 14 - 10. 14 - 10 എത്ര കിട്ടും, നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 14 - 10 നമുക്ക് 4 എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷൻ അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും 2 എടുത്ത് ഇത് രണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ കണ്ടുപിടിക്കാം. അതായത് ഈ 2 ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിലുള്ള ഇക്വേഷൻ കണക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒന്നാമത്തെ മൂന്നാമത്തെ കണക്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, എനിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ കണക്ട് ചെയ്യുമ്പോഴാണ് എക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഇവിടെ 3x ഉണ്ട്, ഇവിടെ എക്സേ ഉള്ളൂ. എന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കണം. ഈ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിച്ചിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഇതിൽ നിന്നും ഇത് കുറയ്ക്കാം. അപ്പോൾ ഈ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ 3x ഉണ്ട്, 3x കിട്ടിയിട്ട് 3x - 3x അത് ക്യാൻസൽ ആയി പോകും. ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6y ഉണ്ട്, 6y - y എന്ന് പറഞ്ഞാൽ എന്ത് വരും, 7y വരും. ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3z - 2z നമുക്ക് z എന്ന് കിട്ടും. അപ്പോൾ 7y + z വാല്യൂ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുന്നു, 21 - 1 20 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒന്നിനെ എനിക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഈ ഇക്വേഷനെ ഞാൻ 5 കൊണ്ട് ഗുണിക്കുന്നു. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും, 5z ആവും. 5 കൊണ്ട് ഗുണിച്ചിട്ട് രണ്ടാമത്തെ ഈ ഇക്വേഷനിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 × 7y 35y - 3y 32y എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 5z - 5z 0 ആണ്, ഈക്വൽ ടു ഇവിടെ ഞാൻ 5 കൊണ്ടാണ് ഗുണിക്കുന്നത്. ഇപ്പം 100 - 4 96 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ 96/32 3 എന്ന് കിട്ടും. y 3 കിട്ടിയാൽ എവിടെയെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ ഇസഡിന്റെ വാല്യൂ കിട്ടും. ഇപ്പൊ ഇവിടെ വൈക്ക് ഞാൻ 3 കൊടുക്കുന്നു, 21. വൈക്ക് 3 കൊടുക്കുമ്പോൾ ഇവിടെ 21 വരും. 21 + z = 20 ആണ്.
ഇപ്പൊ 21ന്റെ കൂടെ എന്തോ കൂട്ടുമ്പോൾ എനിക്ക് 20 വന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇസഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ്. അപ്പൊ അത് എടുത്തിട്ട് ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഇപ്പൊ 2x + y എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 - 3 ഇൻറ്റു ഇസഡിന്റെ വാല്യൂ -1 കൊടുത്താൽ -3 ഇൻറ്റു -1 ഇവിടെ +3 വരും. ഇപ്പൊ +3 + 3 ഇവിടെ +6 വരും. ഇപ്പൊ +6 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 10 - 6 4 വരും. 2xന്റെ വാല്യൂ 4 ആണ്. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 2 കിട്ടി. ഇങ്ങനെ ആയിരിക്കണം ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അല്ലാതെ ഇരുന്ന് നമ്മുടെ എഴുത്ത് കണ്ടോ? ഇത്രേ ഉള്ളൂ. ഞാൻ എക്സാമിന് പോവാണെങ്കിൽ ഇതിലും കുറച്ച് എഴുതത്തോ. അപ്പൊ ഇത്രയായിരിക്കണം നിങ്ങളുടെ അവിടെയുള്ള പേപ്പറിലുള്ള എഴുത്തെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം മൈൻഡിലായിരിക്കണം നടക്കുന്നത്. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു 2-3 വട്ടം ഈ ഒരു ലെവലിൽ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ അടുത്തൊരു ക്വസ്റ്റിനോടുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്ത് കിട്ടും? x² 4, 2ന്റെ സ്ക്വയർ 4, 2y 2 3 6 പ്ലസ് z² -1 സ്ക്വയർ 1. അപ്പോൾ 10 1 11 ഓപ്ഷൻ ബി നമുക്ക് സുന്ദരമായിട്ട് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 3 ഇക്വേഷൻ ഉണ്ട്, 3 വേരിയബിൾ ഉണ്ട്. ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തോളും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് എളുപ്പം എക്സിനെ കണക്ട് ചെയ്യാൻ എളുപ്പം ഇത് രണ്ടും കണക്ട് ചെയ്യുക, ഇത് രണ്ടും കണക്ട് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ആദ്യത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ എക്സിനെ കളയാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കുന്നു. 2 കൊണ്ട് ഗുണിച്ചിട്ട് ഒന്നാമത്തേന്ന് രണ്ടാമത്തേത് കുറയ്ക്കുന്നു. ഇപ്പോൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 2x വരും. 2x - 2x പോയി. ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2y വരും. ഇപ്പോൾ 3y - 2y y വന്നു. ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 6z ആയി. അപ്പോൾ -5z - 6z -11z ആയി. അതിന്റെ വാല്യൂ 18 ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 34. 18 - 34 -16 വരും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇത് രണ്ടും കണക്ട് ചെയ്യാം. ഇത് രണ്ടും കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുന്നു. 3 കൊണ്ട് ഗുണിച്ചിട്ട് ഇതിന്ന് ഇത് കുറയ്ക്കുന്നു. കാര്യം പോസിറ്റീവ് വരാൻ വേണ്ടി. ഇപ്പൊ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3x - 3x 0 ആയി. 3x - 3x 0 ആയി. ഇവിടെ 3y - 2y y വന്നു. ഇവിടെ 9z - z 9z - z പ്ലസ് 9z - z 8z ആണ്. പ്ലസ് 8z ആണ്. പ്ലസ് 8z ആണ്. അതിന്റെ വാല്യൂ എന്ത് കിട്ടും? ഇവിടെ ഞാൻ 3 കൊണ്ടാണ്. 51 - 29 22 ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ കുറച്ചാൽ വൈയും പോവും. 8z - -11z അതായത് 19z വാല്യൂ കിട്ടും. ഇതൊക്കെ മൈൻഡ് ചെയ്യാം. 22 - -16 38 കിട്ടും. അപ്പൊ ഇസഡിന്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി? 2 കിട്ടി. 38/19 2 കിട്ടി. ഇനി എല്ലാം കണ്ടുപിടിക്കാം. ഇസഡിന്റെ വാല്യൂ 2 ആണെങ്കിൽ ഞാൻ ഇവിടെ 2 കൊടുക്കുന്നു. ഇസഡിന് 2 കൊടുത്താൽ y പ്ലസ് 8 2 16 = 22. അപ്പോൾ വൈയുടെ വാല്യൂ 16 അപ്പുറത്ത് പോകുമ്പോൾ 22 - 16 6 കിട്ടും. y = 6. നിങ്ങൾ മെയിൻസിലെ കുട്ടികളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അറിഞ്ഞേ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോൾ ഇസഡിന് 2ഉം വൈക്ക് 6ഉം കൊടുക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ അത് ഇവിടെ കൊടുക്കുക. ഇതാണ് എനിക്ക് എളുപ്പം. അപ്പോൾ വൈക്ക് ഞാൻ 2 കൊടുത്തു, ഇസഡിന് 6 കൊടുത്തു. അപ്പോൾ 2 പ്ലസ് 6 3 18 18ഉം 2 20. അപ്പം x + 20ന്റെ വാല്യൂ 17 ആണ്. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 17 - 20 x = -3 കിട്ടും. -3 ആണ് കിട്ടുന്നത്. ഒന്ന് നോക്കിക്കോണേ. എക്സ് y 6 ആണ്. z 2 ആണ്. സോറി x 5 ആണ്. y 6 ആണ്. z എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം 6 12 17 - 12 നമുക്ക് 5 കിട്ടും. സോറി, എക്സിന്റെ വാല്യൂ 5 ആണ്. മൈനസ് വരത്തില്ല, ഒരു ഓപ്ഷനകത്ത് മൈനസ് ഇല്ല. യെസ്, ഇത് 5 ആണ്. അപ്പൊ ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ xy എന്ന് പറഞ്ഞാൽ 5 × 6 30 അധികം yz എന്ന് പറഞ്ഞാൽ 6 2 12 zx എന്ന് പറഞ്ഞാൽ 5 2 10. അപ്പൊ നമുക്ക് 40 12 52 ഓപ്ഷൻ ബി കൊടുക്കും. ഈ ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്തതിലൂടെ ഇക്വേഷൻ എങ്ങനെയാണ് 3 വേരിയബിൾ ഉള്ള ഇക്വേഷൻ എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ വലിയ കോഎഫിഷ്യൻസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതേണ്ടി വരും. എന്നാലും ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി പോളിനോമിലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ 3x + 5y + 7z തന്നിട്ടുണ്ട്. 9x + 8y + 21z തന്നിട്ടുണ്ട്. വാട്ട് ഈസ് വാല്യൂ ഓഫ് y? അപ്പൊ ഇവിടെ ഒരു കാര്യം നോക്കാം. ഇവിടെ 2 ഇക്വേഷനേ ഉള്ളൂ. പക്ഷെ 3 വേരിയബിൾസ് ഉണ്ട്. എക്സും വൈയും ഇസഡും 3 വേരിയബിൾസ് ഉണ്ട്. 2 ഇക്വേഷനേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഒരു വേരിയബിളിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം വലിച്ചു നോക്കി. ഇവിടെ 9x ഉണ്ട്, ഇവിടെ 21z ഉണ്ട്. അപ്പൊ ഇവിടെ 3x ഉണ്ട്, ഇവിടെ 7z ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഞാൻ മനസ്സിലാൻ വേണ്ടി എഴുതുവാണ്. 21x + 15y പ്ലസ് 3 കൊണ്ട് വിളിച്ചാൽ 21 അല്ലല്ലോ, 3 കൊണ്ട് വിളിച്ചാൽ 9 ആണ്. 9x + 15y + 21 ഇസഡിന്റെ വാല്യൂ എനിക്ക് 3 കൊണ്ട് വിളിക്കുമ്പോൾ 147 വരും. ഇനി ഇതിലുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കേ. ഞാൻ ഇത് ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 9x പോയി, 15y - 8y 7y വന്നു. 21z പോയി, 147 - 126 നമുക്ക് 21 കിട്ടി. വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 3 കിട്ടി. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇസഡിന് ഒരു വാല്യൂ കൊടുത്ത് Z 0 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇക്വേഷൻ വരും. അതിനകത്തുനിന്ന് എന്ത് ചെയ്യാം?
വൈ സോൾവ് ചെയ്യാം. പക്ഷെ ഇതാണ് ഇവിടുത്തെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 3ക്ക് വേണ്ടിയുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് മെയിൻസിന് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ CBT 2 ലെവലിൽ വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രിലിംസിന് വരാൻ പറ്റുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കാം. കോസ്റ്റ് ഓഫ് 4 pens 6 notebooks and 9 files is 305. കോസ്റ്റ് ഓഫ് 3 pens 4 notebooks and 2 files is 145. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 5 pens 8 notebooks and 16 files? അപ്പോൾ ഇവിടെ ഞാൻ പെന്നിന് എക്സ്, ബുക്ക് വൈ, ഫയലിന് ഇസഡ് എന്ന് കൊടുക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ എഴുതണം 4x + 6y + 9z, ഇതിന്റെ വാല്യൂ ആണ് 305 എന്ന് തന്നിട്ടുള്ളത്. അതുപോലെ കോസ്റ്റ് ഓഫ് 3 pen 3x + 4y + 2z, അതിന്റെ വാല്യൂ ആണ് 145 തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് 5x + 8y + മനസ്സിലാൻ വേണ്ടി ഇത്രയൊക്കെ എഴുതുന്നത്. എനിക്ക് ക്വസ്റ്റിനിൽ തന്നെ എന്ത് ചെയ്യാം, ഇതുണ്ട്, ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ ഈ ഒരു സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു കാര്യം ചെയ്യാം, ഇസഡിനെ 3 വേരിയബിൾ ഉണ്ട്, 3 ഇക്വേഷൻ, 2 ഇക്വേഷനും 3 വേരിയബിൾ ആണ്. ഒരു വേരിയബിളിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കും. ഇസഡ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇക്വേഷൻ കിട്ടും. 4x + 6y യും 3x + 4y ഇക്വേഷൻ കിട്ടും. അതിന് എക്സും വൈയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡിന് 0 കൊടുത്തിട്ട് ബാക്കി എക്സും വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഈ ഒരു സാധനം കിട്ടുമോ, അല്ലെങ്കിൽ തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്നും നമുക്ക് ഇത് എത്തിക്കാൻ പറ്റുമെന്നൊന്ന് ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കണം. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിന്റെ ഡിഫറൻസ് എടുക്കുന്നു. ജസ്റ്റ് ഒന്ന് കൂട്ടി കുറച്ച് നോക്കും. കൂട്ടി നോക്കുമ്പോൾ 7x നമുക്ക് കാര്യമില്ല. കുറച്ച് നോക്കുന്ന സമയത്ത് എപ്പോഴും ആ ഇക്വേഷൻ കൂട്ടി കുറച്ച് നോക്കണം. കൂട്ടി നോക്കുമ്പോൾ എനിക്ക് 7x 10y 11z അങ്ങനെ കിട്ടുന്നത്. ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കിയേ. ഡിഫറൻസ് എടുക്കുമ്പോൾ x 2y 7y. അപ്പൊ അതിനെ എടുത്തൊന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നോക്ക്. ആ ഡിഫറൻസിനെ എടുത്ത് ഒന്നുകിൽ ഇതിലോ ആഡ് ചെയ്ത് നോക്കണം. ഇതൊരു മെത്തേഡ് ആണ്, ഇത് പ്രീവിയസ് വന്നിട്ടുള്ള നല്ലൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഡിഫറൻസ് എടുത്തു. ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും, x + 2y + 7z. അപ്പൊ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 305 - 145 160 ആണ് അല്ലെ, 160 ആണ്. അപ്പൊ ഇതെടുത്തിട്ട് ഇനി ഈക്വേഷനകത്ത് ആഡ് ചെയ്ത് നോക്കേ. എക്സും 4x 5x കിട്ടും, 2y 6y 8y കിട്ടും, 9z 7z 16z കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുത്തതിന് ശേഷം ആ ഡിഫറൻസ് എടുത്ത് കിട്ടിയ ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 160 305 465 ഈസി ആയിട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആ ഒരു നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സോൾവ് ചെയ്യേണ്ടി വരും. ഇസഡിന് 0 കൊടുക്കാം. കാര്യം ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് 0 ആക്കിയാലും ബാക്കിയുള്ള വാല്യൂസ് ആ ഇക്വേഷൻ സെറ്റ് ആക്കാൻ വേണ്ടി അതനുസരിച്ച് അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ, ഇതാണ് ഇതിന്റെ ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോസ്റ്റ് ഓഫ് മുന്നത്തെ ക്ലാസ്സിലെല്ലാം കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇതേപോലത്തെ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് 8 പെൻസിൽ 5 pens and 3 erasers തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് 9 പെൻസിൽ 6 pens and 5 erasers തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് 16 പെൻസിൽ 11 pens and 3 erasers തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 39 26 13? അപ്പൊ ഈ 39 26 13 കാണുമ്പോൾ തന്നെ ഞാൻ 13 കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 3x പെൻസിലിന് x എന്ന് കൊടുക്കാം, 2y + z. ഇങ്ങനെയാണ്, ഈ ഒരു ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ അതിലോട്ട് എത്തിക്കാം. അപ്പൊ 3x + 2y + z എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്താ, 8x + 5y + 3z = 111, 9x + 5y + 5z 6y + 5z = 130, 16x + 11y + 3z = 221. അപ്പൊ ഇതിന് എങ്ങനെ ഇതിലോട്ട് എത്തിക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇത് രണ്ടും കൂട്ടുമ്പോൾ 17, ഇവിടെ 11, ഇവിടെ 8. അപ്പൊ 17 16 33, 11 11 22, 8 3 11. അപ്പൊ എല്ലാത്തിനകത്ത് 11 കോമൺ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 17x പ്ലസ് ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ കാണിച്ചു തരാം. 11y + 8z. അപ്പൊ അതിന്റെ വാല്യൂ എനിക്ക് 230 241 കിട്ടും. പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 33x + 22y + 11z. ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും, 221 241 462. പിന്നെ അത് ഞാൻ എന്ത് ചെയ്യുന്നു, 11 അങ്ങ് കോമൺ എടുക്കുന്നു. 11 കോമൺ എടുക്കുന്ന സമയത്ത് 11 കോമൺ എടുക്കുമ്പോൾ എനിക്ക് 4, ഒരു മിനിറ്റ്, 11 കോമൺ എടുക്കുമ്പോൾ എനിക്ക് 4 42 കിട്ടും. 11 കോമൺ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും, ഇവിടെ എല്ലാത്തിൽ നിന്ന് 11 എടുത്താൽ ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1. അതായത് 3x + 2y + z വാല്യൂ എനിക്ക് 42 കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, 13 × 3x + 2y + z. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും,
13 ഗുണം 42. ഇപ്പൊ യൂണിറ്റ് ഹീറ്റ് 6 ആയിരിക്കും, അതുപോലെ 400 കൂടുതലായിരിക്കും. യൂണിറ്റ് ഹീറ്റ് 6 ആണ്, 400 കൂടുതലാണ്. ഒരു ഓപ്ഷനേ ഉള്ളൂ, 546 നമുക്ക് ആൻസർ കൊടുക്കാം. യെസ്, അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മെത്തേഡ് നിങ്ങൾ പഠിച്ചോളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നായിട്ട് നേരത്തെ പോലെ സോൾവ് ചെയ്യേണ്ടി വരും. ഇത് കുറച്ച് പാടായിരിക്കും. നേരത്തെ പോലെ ഫസ്റ്റ് ക്വസ്റ്റിനകത്തൊക്കെ എന്തായിരുന്നു, 2ഉം 3 ഒക്കെ ആയിരുന്നു എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റ് ഒക്കെ. ഇവിടെ നോക്കി, ഇവിടെ 8, 9 ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ഇക്വേഷൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതിന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 72 ആയി. ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നല്ല ശ്രദ്ധ വേണം, 48. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. 48y മൈനസ് 45y 3y. ഇനി ഇവിടെ നമ്മൾ 8 ഉണ്ട്, 40 ഉം ഇവിടെ 9 27. അപ്പൊ 40 മൈനസ് 27 13z ഈക്വൽ ടു ഇവിടെ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1040, ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 999, അങ്ങനെ 41. അപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷൻ. അങ്ങനെ ഇനി ഇത് രണ്ടിൽ നിന്നും അടുത്ത ഇക്വേഷൻ എക്സിന് കണക്ട് അല്ലെങ്കിൽ ഇതിനെ രണ്ടിൽ നിന്നും അതിനെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ കിട്ടും. എന്നിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വൈയുടെ ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിനകത്ത് ഇട്ട് കൊടുക്കും. അതും ഒരു മെത്തേഡാണ്. അതെല്ലാം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനൊരു സംഭവം കിടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ചെയ്യും. ഇന്നത്തെ ഈ ഒരു ഷോർട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു 5 ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഈ 5 ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ബുക്കിനകത്തും നിങ്ങൾക്ക് മോക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഇനി ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ആവറേജിനേക്കായി അല്ലെങ്കിൽ ടോപ്പറിനേക്കായി സമയം കുറച്ച് നിങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കമന്റ് ആയിട്ട് പറയുക. ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക. ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പറയണം. ഓക്കെ, യെസ്, ഓൾ ദ ബെസ്റ്റ്.